ഹായ് എവ്രി വൺ, വെൽക്കം ടു പ്രെപ് ടുഗദർ ക്ലാസ്സസ്. കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്താണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അന്നേരം ഈ ഒരു എക്സാമിന് ബാച്ച് തുടങ്ങുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മോഡേൺ ഹിസ്റ്ററി വായിച്ച് ഒന്ന് മയങ്ങിപ്പോയതായിരുന്നു. അന്നേരം ചാനലിൽ ഒരു സബ്സ്ക്രൈബർ ആയ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന്. പിന്നീട് നമ്മുടെ ചാനലിലെ കുറേയധികം പേര് ഈ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും കോച്ചിങ് ക്ലാസ്സുകാർ വളരെ ഹെവി ആയിട്ടുള്ള ഫീസാണ് ഈടാക്കുന്നതെന്ന് അവരൊക്കെ പറഞ്ഞതുകൊണ്ടും ഞാൻ ഈ ഒരു എക്സാമിനെ കുറിച്ച് അനലൈസ് ചെയ്ത് എങ്ങനെ കോച്ചിങ് ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്തു. വളരെ നല്ല റിസപ്ഷൻ ആണ് ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചത്. അതിനോട് റിലേറ്റഡ് ആയിട്ട് കുറെ ഫ്രീ പിയർ ഗ്രൂപ്പ്സും സ്റ്റാർട്ട് ചെയ്തു. ആ പിയർ ഗ്രൂപ്പുകളിൽ പ്രോപ്പർ ഡിസ്കഷൻ നടത്തി എല്ലാ ഗ്രൂപ്പുകൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ആ ഒരു UPSC എക്സാമിന്റെ സമയമായപ്പോൾ എനിക്ക് കുറെ അധികം ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഹെൽത്ത് ഇഷ്യൂസ് മൂലം എനിക്ക് UPSCക്ക് പ്രോപ്പർ ആയിട്ടൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. മേ ബി നല്ലതിനായിരുന്നിരിക്കാം, പക്ഷെ അറ്റ് ദാറ്റ് പോയിന്റ് ഐ വാസ് റിയലി ഡിസപ്പോയിന്റഡ്. മുൻപും കുറെ അധികം മോശം സമയങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അന്നേരം എന്നെ എൻഗേജ്ഡ് ആക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോഴാണ് കുറേയധികം പേര് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ബാച്ച് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാനൊരു എഫേർട്ട് ഈ ഒരു എക്സാമിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേയധികം പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ എന്നെ തിരിച്ചും വിശ്വസിച്ചു. പക്ഷെ എന്റെ ക്ലാസ്സിൽ ഒരു 30 പേരൊക്കെ ജോയിൻ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ മാസം തന്നെ 50ഓളം പേര് ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. 4 മാസമാണ് ബാച്ച് ഉണ്ടായിരുന്നത്. 4ാമത്തെ മാസം എൻഡ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ 100ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നും അല്ലായിരുന്നു. കുറേയധികം ഹെയ്റ്റ് ഞാൻ നേരിടേണ്ടി വന്നു. നമ്മുടെ ചാനലിൽ പെയ്ഡ് ബാച്ചിലൂടെ പ്രിപ്പയർ ചെയ്യുന്നവരല്ലാതെ തന്നെ മറ്റുള്ളവർക്കും പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവാനായിട്ട് ഒരു കോമൺ ഡിസ്കഷൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ കുറെ അനോണിമസ് അക്കൗണ്ട്സിൽ നിന്ന് വന്നിട്ട് എനിക്കെതിരെ കുറ്റം പറഞ്ഞ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. താൻ ഇതുവരെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കാൻ പോകുന്നത്? ഈ 4 മാസം കൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു വലിയ ലൈനപ്പ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണുള്ളത്? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഇറങ്ങിയത്? എന്നിങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ വന്നു. പലപ്പോഴും ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഇത്തരം മെസ്സേജസ് വന്നത്. ഞാൻ ആ മെസ്സേജസ് കണ്ടിട്ട് പോലും ഉണ്ടായില്ല. എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നെ പലപ്പോഴും സപ്പോർട്ട് ചെയ്തത്. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിപ്ലൈ ആയിട്ട് മെസ്സേജസ് ആ ഗ്രൂപ്പിൽ തന്നെ ഇട്ടത്. അവരെ പോലും ഇത്തരം അനോണിമസ് അക്കൗണ്ട്സ് വഴി അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്, നിങ്ങൾ എത്ര മണ്ടന്മാരായിട്ടാണ് ഈ വ്യക്തിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊന്നും ബോധമില്ലേ? ഒരു വട്ടം പോലും എക്സാം എഴുതാത്ത വ്യക്തിയിൽ നിന്ന് ടിപ്സ് ഒക്കെ നേടി പഠിക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. എത്രത്തോളം എന്നെ അറ്റാക്ക് ചെയ്യാമോ കമന്റ്സ് വഴി മെസ്സേജസ് വഴി അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു പോലും ഇല്ല. പിന്നീട് എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞപ്പോഴാണ് ആ അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തത്. അനോണിമസ് അക്കൗണ്ട്സിലൂടെ മുഖം കാണിക്കാതെയാണ് ഇവരിതൊക്കെ പറഞ്ഞതെങ്കിലും അവർ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ഞാൻ അതുവരെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കാണിക്കാൻ കഴിയുന്നത് പോലെ ഒരു മേജർ ലൈനപ്പ് ഒന്നും എനിക്കില്ല. എനിക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. എനിക്ക് ഞാനും എൻ്റെ ഒരു ലാപ്ടോപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു, എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, കുറേയധികം പേരെ സ്വപ്നത്തിലേക്ക് എത്തിക്കാനായിട്ട് കൂടെ നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ റിപ്ലൈ ആയിട്ട് പറഞ്ഞത് ഇത് മാത്രമാണ്. ആരെയും പറ്റിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ബിലീവ് ഇൻ മീ. നിങ്ങൾ എന്നെ വിശ്വസിച്ചു. പക്ഷെ ഈ ഒരു പോയിന്റിൽ ഇനിയും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഒന്നും കാണാതെ നിങ്ങൾ എന്നെ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന്. കാരണം നൗ വി ഹാവ് പ്രൂഫ്. ഇന്നലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ റിസൾട്ട് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 258ഓളം പേര് മെയിൻ ലിസ്റ്റിൽ കയറി, കുറേയധികം പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ കയറി. ആ ഒരു ചെറിയ ലിസ്റ്റിൽ 20ഓളം പേരാണ് നമ്മുടെ ചാനലിന്റെ പെയ്ഡ് ബാച്ചസിൽ നിന്നും ഫ്രീ ബാച്ചസിൽ നിന്നുമായി ഇടം പിടിച്ചത്. പെയ്ഡ് ബാച്ചിൽ നിന്നും മേഘ മുരളി 13ാം റാങ്കും ആതിര വിജയൻ 27ാം റാങ്കും എന്നിങ്ങനെ കുറേയധികം പേര് ടോപ്പ് 50 റാങ്ക്സിൽ തന്നെ ഇടം പിടിച്ചു. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ എക്സാമിന് വിജയിക്കണമെന്ന് മാത്രമായിരുന്നു എന്റെ ആഗ്രഹമെങ്കിലും ഈ ഒരു എക്സാം ഒരിക്കലും എന്റെ ഗോളിൽ ഇല്ലായിരുന്നെങ്കിലും എനിക്കും ഈ റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും. ഈ ഒരു പെയ്ഡ് ബാച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡിസ്ക്രിപ്റ്റീവിനായിട്ട് ഞാൻ ഇടുന്ന പേപ്പേഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് എന്റെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരാറുണ്ടായിരുന്നു.
ആ ഒരു ഫ്രീ ആയിട്ട് നൽകിയ മോക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് അതേ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സിലും വന്നത്. നമ്മുടെ ചാനലുമായിട്ട് കണക്ട് ചെയ്ത് നിന്നവർക്ക് കുറേയധികം പേർക്ക് ഡിസ്ക്രിപ്റ്റീവില് നല്ല സ്കോർ നേടി നല്ല റാങ്കിലെത്താൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സാമിൽ ഇത്രയും മികച്ചൊരു വിജയം നേടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ളത് പോലെ തന്നെ കുറേയധികം പേര് സിൻസിയർ എഫേർട്സ് ഇട്ടിട്ടും വിജയിക്കാൻ കഴിയാതെ പോയതിൽ എനിക്ക് വിഷമമുണ്ട്. ഒബ്ജക്റ്റീവ് എക്സാമിന്റെ പാറ്റേൺ ഒന്ന് മാറിയപ്പോൾ പതറിപ്പോയതുകൊണ്ടാണ് പലരും നല്ല റാങ്കുകളിൽ എത്താതെ പോയത്. നിങ്ങൾക്ക് ഉടൻ തന്നെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുമായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. ഈ ഒരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു ഒറ്റയാൾ പട്ടാളമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇടേണ്ട എഫേർട്ട് വളരെ അധികമായിരുന്നു. പക്ഷെ അന്നേരം ദൈവം കാണിച്ചു തന്നതുപോലെ കുറേയധികം പേര് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. ഈ ഒരു ബാച്ചിൽ ക്വിസുകളും പോളുകളും ഒക്കെ വളരെയധികം കൺസിസ്റ്റന്റ് ആയിട്ട് അതും ഫുൾ ഡെഡിക്കേഷനോട് കൂടെ നടത്തിയത് അശ്വതി ചേച്ചിയായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ വാലുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് അലീഷ ചേച്ചിയായിരുന്നു. ഈ രണ്ടുപേരെയും ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ അവരെനിക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിന്റെ കളക്റ്റീവ് എഫേർട്ടിനായിട്ട് കൊടുത്ത ഡെഡിക്കേഷൻ ഒരിക്കലും വിലമതിക്കാനാവാത്തതാണ്. ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്നെ ഒരിക്കലും നിങ്ങളെ ഏതോ ഒരു വലിയ സാറായിട്ട് കാണേണ്ട ഒരു വിധത്തിലുള്ള ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ മാത്രം മതി. അങ്ങനെ കുറേയധികം പേരെ പരിചയപ്പെടാൻ എനിക്ക് ഒരു ക്ലാസ് വഴി കഴിഞ്ഞു. എനിക്ക് ഊർജ്ജമായി നിന്ന എന്റെ ക്ലാസ്സിലെ ഓരോ അംഗങ്ങളോടും, പ്രത്യേകിച്ച് ആദിത്യ, നിഖില ചേച്ചി, ആതിര ചേച്ചി എന്നിവരോടും ഞാൻ വളരെയധികം താങ്ക്ഫുൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എക്സാമിനെ കുറിച്ച് എന്നെ ആദ്യം അറിയിച്ചതും കോച്ചിങ് ക്ലാസ്സുകാരെ എങ്ങനെയൊക്കെ ഒരു സ്റ്റുഡന്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞതൊക്കെ അനാമിക എന്ന നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. അനാമിക പിന്നീടും പല ഗ്രൂപ്പുകൾ വഴിയും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനാമികയോടും ഞാൻ വളരെയധികം താങ്ക്ഫുൾ ആണ്. UPSC എക്സാം പ്രിപ്പറേഷൻ വളരെയധികം മെന്റലി ടയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെറുപ്പത്തിലേ കണ്ട ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ കോമ്പറ്റീഷൻ വളരെയധികം ഹൈ ആണ്. ആ കോമ്പറ്റീഷനൊക്കെ കടന്ന് അവിടെ എത്തിച്ചേരുമ്പോൾ നമ്മൾ സത്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ നമുക്ക് കഴിയോ എന്നിങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ നമുക്ക് വന്നേക്കാം. നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ യൂസ്ലെസ് ആയി എന്ന് നമുക്ക് തോന്നിയേക്കാം. എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പഠിച്ചതൊക്കെ യൂസ്ഫുൾ ആക്കണം, കുറേയധികം പേർക്ക് ഹെൽപ്ഫുൾ ആകണം എന്ന് ഞാൻ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് പ്രെപ് ടുഗദർ ക്ലാസ്സസ്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അധികാരമോ സമ്പത്തോ ആവശ്യമില്ലെന്ന് പ്രെപ് ടുഗദർ ക്ലാസ്സസ് എന്നെ പഠിപ്പിച്ചു. UPSC മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ വെറുതെ വുമൺ എംപവർമെന്റിനെ കുറിച്ച് എഴുതിയിരുന്ന ഞാൻ സത്യത്തിൽ വുമൺ എംപവർമെന്റിന്റെ ഭാഗമായത് പ്രെപ് ടുഗദർ ക്ലാസ്സസ് വഴിയാണ്. എന്റെ ലൈഫിലും പല കുത്തുവാക്കുകളും ഞാൻ പലയിടങ്ങളിൽ നിന്നായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. UPSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലീഡർഷിപ്പ് ഇല്ല, മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ പലരും ഉണ്ട്. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് കുറേയധികം പേരുടെ അവരെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് കൊണ്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതും എനിക്ക് വളരെയധികം വിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലോ എക്സാം പ്രിപ്പറേഷനിലോ വളരെയധികം മടുത്തിരിക്കുന്ന സമയമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പരാജയങ്ങൾക്കും വിജയങ്ങൾക്കും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങളത് വിശ്വസിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷവാന്മാരായി തീർന്നിരിക്കും. To everyone who stood by, trusted the process and believed in me when I was still proving myself, thank you. This victory is yours as it is mine. ഈ ചാനലിൽ നിങ്ങൾ ഓൾറെഡി വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇൻട്രോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ടാഗ് ലൈൻ തന്നെ ലെറ്റ്സ് ഗെറ്റ് ദർ ടുഗദർ എന്നുള്ളതാണ്. ഇപ്പോ ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുറേയധികം പേരെ ഒരുമിച്ച് വിജയത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് ദി എൻഡ്. This is just a milestone. We have miles to go together and dreams to chase together. Until then, happy learning. See you in the next video. Bye.